ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി തോരനാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ആൻഡ് അതേസമയം ഭയങ്കര ടേസ്റ്റിയുമാണ്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മഷ്റൂം തോരനാണ് കേട്ടോ. അപ്പം മഷ്റൂമൊക്കെ ചിലവർക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ല് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. പിന്നെ ഇതും ചോറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ മഷ്റൂം തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. ഞാൻ ഈ സമയത്ത് ഇടാൻ മറന്നുപോയി, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതായത് ഒരു 10-15 ചെറിയ ഉള്ളി ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത് ഓർക്കാൻ വളരെ എളുപ്പമല്ലേ, എല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം മഷ്റൂമാണ്. സാധാരണ ഈ ബട്ടൺ മഷ്റൂം എന്ന് പറയും. അപ്പോൾ അത് 250 ഗ്രാം, അതായത് ഒരു ബോക്സ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ 250 ഗ്രാം അളവിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത്. അപ്പോൾ അത് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങും, മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ അത് കുക്കായാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ വെള്ളം ഇറങ്ങി വന്നത് മഷ്റൂമിൽ നിന്ന്. അപ്പോൾ ഈ മഷ്റൂം ഒന്ന് ഹാഫ് വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം പറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഇനി ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ വെള്ളം പറ്റിക്കാനായിട്ട് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കറിവേപ്പില ചേർക്കാൻ മറന്നുപോയെന്ന്. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾ അന്നേരം ചേർക്കാം, ഇപ്പം ചേർക്കാം, എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് തേങ്ങ മതി കേട്ടോ, ജസ്റ്റ് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി തേങ്ങ ചേർത്താൽ പിന്നെ അത് ഒരു കോക്കനട്ട് ഫ്ലേവർ ആയി പോകും. അപ്പോൾ നമ്മൾ ഇച്ചിരി തേങ്ങ ചേർത്താൽ മതി, എന്നാലേ ആ മഷ്റൂം മുന്നിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആവണം ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. നമ്മുടെ മഷ്റൂം തോരൻ കണ്ടോ, ഭയങ്കര എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ചേർത്താലും ഒരു കുഴപ്പമില്ല, ഒരു കറിക്കും കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, എല്ലാ ആവശ്യത്തിനുണ്ടോ, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണേ. അടിപൊളി. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കണം, ഉപ്പ് കറക്റ്റാണോ, കൂടുതൽ വേണോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടേ ഉപ്പ് ചേർക്കാവൂ. എന്നിട്ട് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഈസി തോരൻ, മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സദ്യയുടെ മെനുവിൽ ചേർക്കാം കേട്ടോ. കാരണം വെറൈറ്റി തോരനല്ലേ. നമ്മൾ സാധാരണ എപ്പോഴും ക്യാബേജ് തോരൻ, ബീൻസ് തോരനൊക്കെ അല്ലേ വെക്കുന്നത് സദ്യയ്ക്ക്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഇനി വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ.
care, bye-bye, and thank you for watching Leenu's Kitchen. Putih dekat.